Earnmarks, your perfect learning partner. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. എന്തൊക്കെയാണ് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്? നോക്കിയേ, എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്? പ്രധാനപ്പെട്ട സാമ്പത്തിക മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ധനകാര്യ മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ധനകാര്യ മാനേജ്മെന്റ് എന്തിനാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷ്യം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഏത് കാര്യത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ്, പരമാവധി ലാഭം ഉണ്ടാക്കുക എന്ന്. നോക്കിയേ, സാധാരണയായി ലാഭം പരമാവധിയാക്കുക എന്നത് ബിസിനസിന്റെ പ്രധാന ലക്ഷ്യമായി കണക്കാക്കുന്നു. നമുക്കറിയാം, ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെയും അൾട്ടിമേറ്റ് ലക്ഷ്യം അല്ലെങ്കിൽ അന്തിമ ലക്ഷ്യം എന്തുതന്നെയാണ്? ലാഭം നേടുക എന്നുള്ളത് തന്നെയാണ്. വിവിധ താല്പര്യങ്ങളെ അനാവശ്യമായി എന്ത് ചെയ്യാതെ, സാക്രിഫൈസ് ചെയ്യാതെ, അതായത് വിവിധ താല്പര്യങ്ങളെ അനാവശ്യമായി എന്ത് ചെയ്യാണ്ട്, സാക്രിഫൈസ് ചെയ്യാതെ, വേദനിപ്പിക്കാതെ, മീൻസ് ബാധിക്കാത്ത രീതിയിൽ കമ്പനികളെ വളരാൻ പ്രാപ്തമാക്കുന്നതിനുള്ള ഒരു മാർഗമായി ലാഭം സ്വീകാര്യമാകും. അതായത് മറ്റ് പ്രവർത്തനങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ലാഭം ഉണ്ടാക്കുക എന്നതാണ്. എന്നാൽ ലാഭം മാത്രം ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യമായി കണക്കാക്കുന്നത് സ്ഥാപനത്തിന് മൊത്തത്തിൽ ദോഷകരമാണ്. അപ്പോൾ മറ്റുള്ള പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യം നൽകിക്കൊണ്ട് എന്ത് ചെയ്യാം? ലാഭം ഉണ്ടാക്കുക. അതാണ് എന്തിന്റെ ലക്ഷ്യം? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ, സാമ്പത്തിക മാനേജ്മെന്റിന്റെ ഒരു ലക്ഷ്യമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പരമാവധി ലാഭം ഉണ്ടാക്കുക. ഇനി രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് വാല്യൂ മാക്സിമൈസേഷൻ. സമ്പത്ത് പരമാവധിയാക്കുക, മൂല്യം പരമാവധിയാക്കുക. എന്താണ്? സമ്പത്ത് പരമാവധിയാക്കുക, മൂല്യം പരമാവധിയാക്കുക. അതെങ്ങനെയാ? സമ്പത്തും മൂല്യവും ഒക്കെ പരമാവധിയാക്കണത് എങ്ങനെയാണ്? ഒരു ബിസിനസിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? ആ സ്ഥാപനത്തിന്റെ വെൽത്ത് അല്ലെങ്കിൽ സമ്പത്ത് പരമാവധിയാക്കുക എന്നതാണ്, അല്ലെ? അതായത് പ്രാരംഭ മൂലധനത്തിലേക്ക്, ഇനീഷ്യൽ ക്യാപിറ്റൽ അല്ലേ, ആ പ്രാരംഭ മൂലധനത്തിലേക്ക് സംഭാവന ചെയ്യുന്ന ഉടമകള് കൈവശം വെച്ചിരിക്കുന്ന ഓഹരികളുടെ മൂല്യം പരമാവധിയാക്കുക. നമ്മുടെ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫണ്ട് ശേഖരിച്ചിട്ടുള്ളത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഓഹരികൾ വിറ്റിട്ടായിരിക്കാം. അപ്പോൾ ആ ഓഹരികൾ വാങ്ങിയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന്, ഓഹരി ഉടമകൾക്ക് ആ ഓഹരികളുടെ വില അല്ലെങ്കിൽ മൂല്യം പരമാവധിയാക്കി കൊടുക്കുക. പരമാവധി മൂല്യം, ഓഹരികളുടെ മൂല്യം പരമാവധിയാക്കുക. സ്ഥാപനത്തിന്റെ സമ്പത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ എന്താ പറയാ സമ്പത്ത്, അല്ലെ, സ്ഥാപനത്തിന്റെ സമ്പത്ത് പരമാവധിയാക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം സാമ്പത്തിക മാനേജ്മെന്റിന്റെ. അപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ട് ലക്ഷ്യത്തോടെയാണ് ഒരു സാമ്പത്തിക മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ധനകാര്യ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, ലാഭം പരമാവധിയാക്കുക. രണ്ട്, സമ്പത്ത് പരമാവധിയാക്കുക. അതുപോലെ തന്നെ ഓഹരികളുടെ മൂല്യം വർദ്ധിപ്പിക്കുക. ഈ രണ്ട് ലക്ഷ്യത്തോടെയാണ് ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. Earnmarks, your perfect learning partner.